പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസിലെ പോര് തുടരുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണാടി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നതിനിടയിലാണ് സംസ്ഥാന പ്രസിഡന്റ് വേണ്ട എന്ന നിലപാട് മണ്ഡലം കമ്മിറ്റി തന്നെ സ്വീകരിച്ചത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ നീക്കത്തിന് വീണ്ടും തിരിച്ചടിയാവുകയാണ് യൂത്ത് കോൺഗ്രസ് കണ്ണാടി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മതിയെന്നാണ് യൂത്ത് കോൺഗ്രസ് കണ്ണാടി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന യങ് ഇന്ത്യ യാത്രയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കണ്ണാടി കാഴ്ചപ്പറമ്പ് സൊസൈറ്റിയിൽ ചേർന്ന യോഗത്തിലാണ് മണ്ഡലം കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയത്. യോഗം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവനാണ് സ്ഥാനാർത്ഥി വിഷയം സംസാരിച്ചത്. അഭിപ്രായത്തെ യോഗം പിന്താങ്ങിയെന്ന് അധ്യക്ഷത വഹിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് കിണാശ്ശേരി പറഞ്ഞു. വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ DCCയും ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മതിയെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, പുറത്തുനിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി വേണ്ടെന്നും ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആവേണ്ട എന്നും DCC നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ജനം, പാലക്കാട്.